സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഹോർമൂസിൽ കൂടുതൽ ആഘാതം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ട്രംപിനെ ഞെട്ടിച്ച് ഹോർമൂസ് കടലിടുക്കിന്റെ ആഴങ്ങളിലേക്ക് കണ്ണുവയ്ക്കുകയാണ് ഇറാൻ. അടുത്ത ആയുധമെടുത്ത് പയറ്റുകയാണ് ഇറാൻ എന്നും പറയാം. കപ്പലുകളിൽ നിന്നുള്ള ടോൾ പിരിവ് വിജയകരമായി തുടങ്ങിയതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ നീക്കം. ട്രംപ് ഇറാനെ വീണ്ടും ആക്രമിക്കാൻ കോപ്പുകൂട്ടുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇറാന്റെ കരുനീക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സത്യത്തിൽ ട്രംപിനെ മാത്രമല്ല, ലോകരാജ്യങ്ങളെ ആകെ ഞെട്ടിപ്പിക്കുന്ന നീക്കത്തിനാണ് ഇറാൻ ഒരുങ്ങുന്നത്. എണ്ണയ്ക്ക് പുറമെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഡാറ്റയെയും നിയന്ത്രണത്തിലാക്കാനാണ് ഇറാന്റെ തന്ത്രപരമായ തീരുമാനം. ആഗോള ഡാറ്റാ വിനിമയത്തിന്റെ ഹൈവേ എന്നറിയപ്പെടുന്നതാണ് ഹോർമൂസ് കടലിടുക്കിന് അടിയിലൂടെ കടന്നുപോകുന്ന സബ്സി കേബിളുകൾ, അതായത് അന്തർവാഹിനി കേബിളുകൾ. ആ കേബിളുകളിൽ പിടിമുറുക്കാനാണ് ഇറാന്റെ തന്ത്രം. ഈ തീരുമാനം ഏറ്റവും അധികം ആഘാതം സൃഷ്ടിക്കുന്നത് യുഎഇക്കാണ് എന്നതും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ട്രംപിന്റെ പുതിയ യുദ്ധ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള സമ്മർദ്ദ തന്ത്രം എന്ന നിലയിലും ഇറാന്റെ ഈ പുതിയ നീക്കത്തെ കാണാം. അതായത് ട്രംപിന്റെ നാവിക സാമ്പത്തിക ഉപരോധങ്ങൾക്കെതിരെയുള്ള ഇറാന്റെ കൗണ്ടർ സ്ട്രൈക്ക് എന്നും നമുക്കിതിനെ വിലയിരുത്താം. അടുത്ത യുദ്ധതന്ത്രം എന്നതിനുപരി സാമ്പത്തിക നേട്ടവും ഇറാൻ ഇതിലൂടെ ലക്ഷ്യമിടുകയാണ്. 3 തരത്തിലുള്ള നീക്കങ്ങളാണ് ഇറാൻ ഈ സബ്സി കേബിളുകൾ കേന്ദ്രീകരിച്ച് നടത്താൻ ഒരുങ്ങുന്നത്. അത് പശ്ചിമേഷ്യയിലും ലോകത്തിലാകെയും സൃഷ്ടിക്കുന്ന ആഘാതവും മറ്റും വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ലോകം മുഴുവൻ ഉപഗ്രഹങ്ങളിലൂടെയാണ് ഇൻ്റർനെറ്റ് പോകുന്നത് എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ലോകത്തിലെ ഏറെക്കുറെ മുഴുവൻ ഇൻ്റർനെറ്റ് ട്രാഫിക്കും കടലിനടിയിലെ ഫൈബർ ഒപ്റ്റിക് കേബിളുകളിലൂടെയാണ് നടക്കുന്നത്. ഈ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അത് വിച്ഛേദിക്കപ്പെട്ടാൽ, മുറിഞ്ഞുപോയാൽ ലോകത്തിന് ഡിജിറ്റലായി ശ്വാസം മുട്ടും എന്ന് പറയേണ്ടി വരും. എല്ലാം താളം തെറ്റും. ഹോർമൂസിന് അടിയിലൂടെ കടന്നു പോകുന്ന സബ്സി കേബിളുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഡിജിറ്റൽ ലോകത്ത് ആഗോള ഇൻ്റർനെറ്റ് സാമ്പത്തിക വ്യവസ്ഥകളുടെ അദൃശ്യമായ നട്ടെല്ലാണ് ഹോർമൂസ് കടലിടുക്കിന് അടിയിലൂടെ കടന്നു പോകുന്ന ഈ സബ്സി കേബിളുകൾ എന്ന് പറയേണ്ടി വരും. ഏഷ്യ, പശ്ചിമേഷ്യ എന്നീ പ്രദേശങ്ങളെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഡിജിറ്റൽ കോറിഡോറാണ് ഇത്. ഫാൽക്കോൺ, ഗൾഫ് ബ്രിഡ്ജ് ഇന്റർനാഷണൽ അല്ലെങ്കിൽ GBI തുടങ്ങിയ പ്രമുഖ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഹോർമൂസിന് അടിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസവും ഏകദേശം $10 ട്രില്യൺ ആഗോള സാമ്പത്തിക ബിസിനസ് ഇടപാടുകൾ ഹോർമൂസിലെ കേബിളുകൾ വഴി നടക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മുടെ മൊബൈലിൽ വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ മുതൽ ബാങ്ക് ട്രാൻസാക്ഷൻ വരെ, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ള സെർവർ ഡേറ്റ മുതൽ അമേരിക്കൻ സൈനിക ആശയവിനിമയങ്ങൾ വരെ എല്ലാം സഞ്ചരിക്കുന്നത് ഈ കേബിളുകളിലൂടെയാണ്. അതിനാൽ ഹോർമൂസിലുള്ള സബ്സി കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേവലം ഇൻ്റർനെറ്റ് വേഗത കുറയ്ക്കുന്നതിൽ ഒതുങ്ങില്ല, മറിച്ച് ആഗോള ബാങ്കിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വ്യോമഗതാഗതം, സൈനിക ആശയവിനിമയം എന്നിവയെല്ലാം സ്തംഭിക്കുന്ന തരത്തിലുള്ള വലിയ ആഘാതമായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഹോർമൂസിനടിയിലുള്ള സബ്സി കേബിളുകളെ മുൻനിർത്തി പുതിയ നീക്കത്തിന് ഇറാൻ ഒരുങ്ങുന്നത്. ഈ കേബിളുകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇറാൻ നടത്തുന്ന നീക്കങ്ങളിൽ ഒന്നാമത്തേത് സബ്സി കേബിളുകൾ ഉപയോഗിക്കുന്നതിന് വലിയ ആഗോള കമ്പനികളിൽ നിന്ന് ഫീസ് ഈടാക്കുക എന്നതാണ്. വാർഷിക സംരക്ഷണ ഫീസോ അല്ലെങ്കിൽ ലൈസൻസ് ഫീസോ നൽകണമെന്നാണ് ഇറാൻ നിർദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി തയ്യാറാക്കുന്ന പദ്ധതി കഴിഞ്ഞ ആഴ്ച ഇറാൻ പാർലമെന്റ് ചർച്ച ചെയ്തു എന്നുള്ള വിവരമാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്റർനെറ്റ് കേബിളുകൾക്ക് മേൽ ഫീസ് ചുമത്തുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സൊൽഫക്കാരി കഴിഞ്ഞ ആഴ്ച എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വൻകിട കമ്പനികൾ പണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ കേബിളുകൾ നശിപ്പിക്കാനും മടിക്കില്ല എന്നാണ് ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസ് വഴി സബ്സി കേബിളുകൾ ഉള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ആമസോൺ തുടങ്ങിയ കമ്പനികൾ ഇറാനിയൻ നിയമങ്ങൾ പാലിക്കണമെന്ന് ഇറാൻ വിപ്ലവ സേനയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. കേബിളുകളുടെ അറ്റകുറ്റപ്പണി ഇനി നടത്താനുള്ള അവകാശം ഇറാനിയൻ കമ്പനികൾക്ക് മാത്രമായി ചുരുക്കാനാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഹോർമൂസിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മുതലാക്കി കപ്പലുകളിൽ നിന്ന് ടോൾ പിരിച്ചതുപോലെ സബ്സി കേബിളുകൾക്കും വൻതുക ഫീസ് ഈടാക്കി ഉപരോധങ്ങളെ അല്ലെങ്കിൽ ഉപരോധങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ആഘാതങ്ങളെ അതിജീവിക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. ആഗോള ഇൻഫർമേഷൻ ഹൈവേയുടെ ഗേറ്റ് കീപ്പർ ആകാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നും പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ട്രംപിനെതിരെയുള്ള അടുത്ത ആയുധമാണ് എന്നതാണ്. അമേരിക്കൻ ഉപരോധങ്ങൾക്കും ആക്രമണങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധ കവചമെന്നും നമുക്കിതിനെ വിളിക്കാം. ട്രംപ് ഭരണകൂടം ഇറാന്റെ എണ്ണ കയറ്റുമതിയും ബാങ്കിങ് സംവിധാനങ്ങളും പൂർണ്ണമായും തടഞ്ഞ് രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന കേബിളുകളിൽ പിടിമുറുക്കിയാണ് ഇറാൻ മാസ് മറുപടി നൽകുന്നത് എന്ന് പറയാം. പരമ്പരാഗത യുദ്ധമുറകളേക്കാൾ കുറഞ്ഞ ചെലവിൽ
ട്രംപിനെയും പാശ്ചാത്യ രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ സബ്സീ കേബിളുകളുടെ നിയന്ത്രണത്തിലൂടെ ഇറാന് കഴിയും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിദിനം ഏകദേശം $10 ട്രില്യൺ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന ഈ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഗൾഫ് മേഖലയിലെയും കാര്യങ്ങളെ അത് തകിടം മറിക്കും. അതിൻ്റെ സാമ്പത്തിക ആഘാതം എത്രത്തോളം ഉണ്ടാകുമെന്ന വലിയ സത്യം തന്നെയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈനിക ശക്തിക്കപ്പുറം തങ്ങളുടെ പക്കൽ ശക്തമായ ഇത്തരം ചില ആയുധങ്ങൾ ഉണ്ടെന്നുള്ള സൂചന കൂടിയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇനി ആരും ഇറാനെ ആക്രമിക്കാൻ ധൈര്യപ്പെടാത്ത വിധം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത വിലയിടുക എന്നതും ഇറാൻ്റെ ലക്ഷ്യമാണ്. അത് തന്നെയാണ് ഇന്ധന ടാങ്കറുകൾ തടഞ്ഞതിലൂടെ ഇറാൻ ലക്ഷ്യമിട്ടതും. അതുതന്നെയാണ് ഇപ്പോൾ ഡാറ്റയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ ട്രംപിന് വീണ്ടും ഒരു ആലോചന നടത്തേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. സബ്സീ കേബിളുകളിൽ ഇറാൻ നടത്തുന്ന ഈ കളി ട്രംപിന് വലിയൊരു തലവേദനയാണ്. കാരണം ഇറാനെതിരെ ശക്തമായ നടപടിയെടുത്താൽ അത് അമേരിക്കൻ കമ്പനികളുടെ ശതകോടിക്കണക്കിന് ഡോളറിൻ്റെ ക്ലൗഡ് AI ബിസിനസ്സുകളെ ബാധിക്കുന്ന സ്ഥിതി വരും. നടപടി എടുത്തില്ല എങ്കിൽ അത് ഇറാൻ്റെ വിജയമായി മാറും. അതായത് ട്രംപിനെ ഒരേ സമയം പ്രതിസന്ധിയിലാക്കാനും ട്രംപിനെ കൊണ്ട് ചില വിട്ടുവീഴ്ചകൾക്ക് വിധേയമാക്കാനും ഇറാന് പുതിയ നീക്കത്തിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെ നോക്കിയാൽ ട്രംപിനെതിരെ ഒരു ഡിജിറ്റൽ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത് എന്ന് പറയേണ്ടി വരും. മൂന്നാമത്തെ കാര്യം UAEക്കുള്ള കനത്ത ആഘാതമാണ് എന്നതാണ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ സാമ്പത്തിക ഹബ്ബായി വളരാൻ ശ്രമിക്കുന്ന UAEയെ ലക്ഷ്യം വെച്ചുള്ള തന്ത്രപരമായ ഇറാൻ്റെ നീക്കമായി നമുക്കിതിനെ വിലയിരുത്താം. UAE മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ലൗഡ് AI ഡാറ്റാ സെൻറ്റർ ഹബ്ബാക്കി മാറ്റാൻ കോടിക്കണക്കിന് ഡോളറാണ് ആ രാജ്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുജേറ പോലുള്ള നഗരങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട സബ്സീ കേബിളുകളുടെ സംഗമ കേന്ദ്രവുമാണ്. UAEയുടെ ഈ ഡാറ്റാ സെൻറ്ററുകളിലേക്കുള്ള ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ ഭൂരിഭാഗവും വരുന്നത് ഹോർമൂസ് കടലിടുക്കിനടിയിലൂടെയുള്ള കേബിളുകൾ വഴിയാണ്. ഈ കേബിളുകൾക്ക് ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ UAE അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ UAEയുടെ ഒരു ഡിജിറ്റൽ സ്വപ്നങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറും. മാത്രമല്ല ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർ UAEയിലാണ് അവരുടെ പ്രാദേശിക ആസ്ഥാനങ്ങളും സെർവറുകളും സ്ഥാപിച്ചിരിക്കുന്നത്. ഹോർമൂസിലെ കേബിളുകൾ സുരക്ഷിതമല്ല എന്നൊരു അവസ്ഥ വന്നാൽ, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ ഈ കമ്പനികൾ തങ്ങളുടെ ഡാറ്റാ സെൻറ്ററുകൾ സുരക്ഷിതമായ മറ്റ് ഏതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റാൻ ആലോചന നടത്തും. ഇത് UAEയിലേക്കുള്ള വിദേശ നിക്ഷേപത്തെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും. ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഹോർമൂസിലെ കേബിളുകൾ മാത്രമല്ല UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ കേബിൾ ലാൻഡിംഗ് സ്റ്റേഷനുകളും തങ്ങളുടെ നിരീക്ഷണ പരിധിയിലുണ്ട് എന്നുള്ളൊരു സൂചനയും നൽകിയിട്ടുണ്ട്. ഇറാനെതിരെ തുടർച്ചയായി നീക്കങ്ങൾ നടത്തുന്ന UAEയെ നിലയ്ക്ക് നിർത്താൻ ഇറാന് കിട്ടുന്ന വലിയൊരു തന്ത്രപരമായ മേൽക്കൈ കൂടിയാണ് ഇതെന്നുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. അതായത് ട്രംപിനെ രാഷ്ട്രീയമായി പൂട്ടുന്നതിനൊപ്പം തന്നെ ഇറാൻ ശത്രു രാജ്യമായി ഇപ്പോൾ കണക്കാക്കുന്ന UAEയുടെ സാമ്പത്തിക ഡിജിറ്റൽ കുതിപ്പിന് തടയിടാനും അവരെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താനുമുള്ള ഇറാൻ്റെ ബുദ്ധിയായിട്ട് കൂടി പുതിയ നീക്കങ്ങളെ വിലയിരുത്താം. മറ്റൊരു കാര്യം, യമനിലെ ഹൂതികൾ ചെങ്കടലിലും ഇപ്പോൾ ഇറാൻ ഹോർമൂസിൽ നടത്തുന്നതിന് സമാനമായ തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ പ്രത്യാഘാതം ഇതിലും രൂക്ഷമാകുമെന്നാണ് സൈബർ ഡേറ്റ വിദഗ്ധർ വിലയിരുത്തുന്നത്. 2024 യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ ആക്രമിച്ച ഒരു കപ്പൽ മുങ്ങുന്നതിനിടെ അതിൻ്റെ നങ്കൂരം തട്ടി 3 അന്തർവാഹിനി കേബിളുകൾ മുറിഞ്ഞു പോയിരുന്നു. അതായത് സബ്സീ കേബിളുകൾ, ഈ ചെങ്കടലിലുള്ള സബ്സീ കേബിളുകൾ മുറിഞ്ഞു പോയിരുന്നു. ഇത് മേഖലയിലെ ഇൻ്റർനെറ്റ് ട്രാഫിക്കിൻ്റെ ഏകദേശം 25% വളരെ പെട്ടെന്ന് ബാധിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. യുദ്ധങ്ങളുടെ ഭാഗമായി വെള്ളത്തിനടിയിലുള്ള ആശയവിനിമയ കേബിളുകൾ തടസ്സപ്പെടുത്തുന്ന രീതിക്ക് ഏകദേശം 2 പതിറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. 1980 ഇംഗ്ലീഷ് ചാനലിൽ ആദ്യത്തെ ടെലിഗ്രാഫ് കേബിൾ സ്ഥാപിച്ച കാലത്തോളം പഴക്കമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രാരംഭ നടപടികളിൽ ബ്രിട്ടൻ ജർമ്മനിയുടെ പ്രധാന ടെലിഗ്രാഫ് കേബിളുകൾ മുറിച്ചു മാറ്റുന്നൊരവസ്ഥയുണ്ടായി. അവരുടെ സൈന്യവുമായുള്ള ആശയവിനിമയം വിച്ഛേദിക്കാനായിരുന്നു ഇത് ചെയ്തത്. അന്നത്തെ ടെലിഗ്രാഫ് യുഗത്തേക്കാൾ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഇന്നത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഈ മുറിച്ചുമാറ്റലുകൾ ഉണ്ടായാൽ ആ തടസ്സപ്പെടുത്തലുകൾ ഉണ്ടാക്കും. പശ്ചിമേഷ്യൻ മേഖലയിൽ സാധാരണയായി പ്രവർത്തിക്കുന്ന 5 മെയിൻ്റനൻസ് കപ്പലുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ അവിടെ പേർഷ്യൻ ഗൾഫിൽ അവശേഷിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടി കൂട്ടി വായിക്കണം. യുദ്ധം കാരണം ബാക്കിയെല്ലാം അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സീ കേബിളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ അത് വിച്ഛേദിക്കപ്പെട്ടാൽ, മുറിഞ്ഞു പോയാൽ ഉടൻ തന്നെ അതിൻ്റെ കേടുപാട് തീർക്കാൻ പറ്റാത്ത സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട്. ഇതെല്ലാം കണ്ടു തന്നെയാണ് ഇറാൻ്റെ പുതിയ തന്ത്രപ്രധാനമായ നീക്കം എന്ന് പറയേണ്ടി വരും. സബ്സീ കേബിളുകൾക്ക് ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള ആരോപണവും ഇറാൻ നിഷേധിക്കുന്നുണ്ട്. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ ഇതിന് അനുവദിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്.
ഇതിനായി ഇറാൻ ഈജിപ്തിനെ മാതൃകയാക്കി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. കാരണം സുവേസ് കനാൽ വഴി കടന്നു പോകുന്ന സബ്സി കേബിളുകളിൽ നിന്ന് ഈജിപ്റ്റ് പ്രതിവർഷം ലക്ഷക്കണക്കിന് ഡോളർ വരുമാനമുണ്ടാക്കുന്നു എന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിൻ്റെ ഇൻ്റർനെറ്റ് നാഡിയെ തന്നെ പിടിച്ചുകൊണ്ടുള്ള നീക്കത്തിനാണ് ഇറാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് വ്യക്തം. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ പുതിയ നീക്കവും ഇനി തങ്ങൾക്കെതിരെ നീങ്ങിയാൽ സബ്സി കേബിളുകൾ വിച്ഛേദിക്കുമെന്നുള്ള ഭീഷണിയും അതീവ ഗൗരവത്തോടെയാണ് ട്രംപ് ഭരണകൂടവും UAEയും ലോകരാജ്യങ്ങളും എല്ലാം എടുക്കുന്നത്. ഓരോ ആയുധങ്ങളെ മുന്നിലേക്ക് വെച്ച് ഇറാൻ നടത്തുന്ന അല്ലെങ്കിൽ ഇറാൻ തന്നെ കൊടുക്കുകയാണെന്നുള്ളൊരു നാണക്കേട് ട്രംപിനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് എങ്ങനെ ഇതിനോട് പ്രതികരിക്കുമെന്നുള്ള ആശങ്കയും പശ്ചിമേഷ്യയ്ക്കുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.